ഇയാൾ യഥാർത്ഥം പറഞ്ഞ ഒരു 2.5 വർഷത്തിന് മുമ്പാണ് ഇയാളെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റിയത്. ഇവൻ്റെ ആദ്യ ഭാര്യയെ ഇവൻ ഉപദ്രവിച്ച് സ്ഥിരമായിട്ട് തല ചുവരിലടിച്ച് ഉപദ്രവിച്ച് ഇവിടെ ബ്ലഡ് കോട്ട് ചെയ്ത് അത് ഓപ്പറേഷൻ ചെയ്ത് 60 ദിവസത്തോളം കോമ സ്റ്റേജിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ വാപ്പ അവിടെ അഡ്മിറ്റായിരുന്നു മെഡിക്കൽ കോളേജിൽ. അങ്ങനെയാണ് അവരുടെ കരച്ചിൽ. പക്ഷേ ഇവൻ ഇന്ന ആളാണെന്ന് ഇന്നലെ വൈകുന്നേരമാണ് അറിയാൻ പറ്റിയത്. അതല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടുകാരും ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇത് ഈ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഈ ആളാണ് ഇവനാണെന്ന്, അതായത് ക്രിമിനൽ സ്വഭാവം ഇവന് നേരത്തെ ഉണ്ട്. ഇവൻ അത്രയ്ക്ക് വേറെ ഒരു കുട്ടി എന്തോ ഈ ചിറയൻകിഴയോടെയുള്ള ഒരു കുട്ടി ഇവൻ കാരണമായിട്ട് ആത്മഹത്യ ചെയ്തതായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ അത് ഇപ്പോഴേ അത് പറയുന്നുണ്ട്. അപ്പം ഇവൻ്റെ രക്തത്തിൽ ആ ക്രിമിനൽ സ്വഭാവമുണ്ട്. ഇവിടെ വേറൊരു അനു എന്ന് പറയുന്ന ഒരാൾ കൂടി കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അനു എന്ന് പറയുന്നതാണ് ഇത്. അഖില മാത്രമല്ല, അഖില എന്നുള്ളത് ഇപ്പൊ ഇവന്റെ അളിയൻ ഇവിടെ ഈ പനൂർ ഭാഗത്തുള്ളതായിരുന്നു. അവന്റെ സഹോദരിനെ കല്യാണം കഴിച്ചു. അവരാണ് ഈ വീട് വാടകയ്ക്ക് എടുക്കുന്നത്. ഇത് 2 മാസത്തിനുള്ളിലാണ് ഇവരെ കൂടെ വന്ന് ചേർന്ന് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് താമസിച്ചത്. അവന് വലിയ പ്രശ്നക്കാരനൊന്നും അല്ലായിരുന്നു. ആർക്കൊക്കെ അറിയായിരുന്നു. അവൻ ഡ്രൈവറാണ്, സെയിൽസ് വണ്ടിയൊക്കെ ഓടുന്ന ഒരുത്തനായിരുന്നു. അവൻ വലിയ പ്രശ്നക്കാരനല്ല. അവൻ്റെ പരിചയത്തിലാണ് യഥാർത്ഥത്തിൽ ഇവർ വീടോടമസ്ഥയും വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്.